ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സഹകാരി പി എസ് സിയുടെ മറ്റൊരു ലൈഫ് സയൻസ് സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റിയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സെഷൻ തുടങ്ങിയിട്ട് തന്നെയുണ്ട്. അതിൽ മൊത്തത്തിൽ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസും കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ആയി തരുന്നത് അത്ര കണ്ട് അർത്ഥവത്താകും എന്ന് തോന്നാത്തത് കൊണ്ടാണ് ഓരോ ഡിസീസസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ എടുക്കാമെന്ന് കരുതിയത്. അതാകുമ്പോൾ ഒരു മേഖലയെ പറ്റിയിട്ട് തറവായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടിയിട്ട് പോകാൻ പറ്റും. മാത്രമല്ല ആ ഒരു മേഖലയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന സ്കീംസ്, അതിൻ്റെ ചോദ്യങ്ങൾ എന്നിവയൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് തന്നെ പഠിച്ചു പോകാനും പറ്റും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ രോഗത്തെ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയുള്ളൊരു ഗുണം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന, ഏറ്റവും അധികം പരിഭ്രാന്തി പരത്തുന്ന, ഏറ്റവും കൂടുതൽ ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയെ പറ്റിയിട്ടാണ്. ക്യാൻസറാണത്, അല്ലേ? ആരും വരരുതെന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതേപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാൻ നോക്കുകയാണ്. ഓങ്കോളജി എന്നത് ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണെന്നാണ് ചോദ്യം. ഓങ്കോളജി ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്? ക്യാൻസർ, COVID-19, പ്രമേഹം, എയ്ഡ്സ്. ഇപ്പോൾ ഇതിലേതുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, എന്നാലും നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, പാപ്പ് സ്മിയർ ടെസ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് ക്യാൻസർ തിരിച്ചറിയാനുള്ള പരിശോധനയാണ് എന്നാണ് ചോദ്യം. ശ്വാസകോശാർബുദം, സ്തനാർബുദം, ഗർഭാശയമുഖാർബുദം, വായിലുണ്ടാകുന്ന അർബുദം. ക്യാൻസറിൻ്റെ മലയാള പദമാണ് അർബുദം. നമുക്കറിയാം, അല്ലേ? അർബുദം എന്ന് പറഞ്ഞാൽ ക്യാൻസർ. ഈ ക്യാൻസർ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടെസ്റ്റ്, പാപ്പ് സ്മിയർ ടെസ്റ്റ്. ഇത് എന്ത് തരത്തിലുള്ള ക്യാൻസർ ഈസ് എ വൈഡ് സ്പ്രെഡ് ഡിസീസ്. ഒരു പർട്ടിക്കുലർ ഓർഗനെയാണ് ക്യാൻസർ അഫക്റ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ വൈഡ് സ്പ്രെഡ് ഡിസീസ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അവയവം ഒഴികെ ബാക്കി എല്ലാവരിലും അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഹൃദയം ഒഴികെ എന്ന് പറയും, അല്ലേ? ബാക്കി എല്ലാത്തിനും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹൃദയമൊക്കെ പഠിക്കുന്ന സമയത്ത് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഹൃദയത്തിൻ്റേത്. ക്യാൻസർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഇല്ല, ബാക്കി എല്ലാവർക്കും ഉണ്ടാവാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര കണ്ട് വൈഡ് സ്പ്രെഡാണ്. നമുക്ക് ലങ് ക്യാൻസർ ഉണ്ടാവാം, ഈസോഫേഗൽ ക്യാൻസർ ഉണ്ടാവാം, ഇൻറ്റസ്റ്റിനൽ ക്യാൻസർ ഉണ്ടാകാം, ലങ് ക്യാൻസർ ഉണ്ടാകാം, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാം, ബ്ലഡ് ക്യാൻസർ ഉണ്ടാകാം, അല്ലേ? ഇങ്ങനെ ഒരുപാടുണ്ട്. നമ്മുടെ ഗർഭാശയത്തിൽ യൂട്രസ് ക്യാൻസർ ഉണ്ടാവാം. ഇതൊക്കെ വളരെയധികം വ്യാപകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് തരത്തിലുണ്ട് ഇതിൽ. പക്ഷേ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടാണ് പാപ്പ് സ്മിയർ ടെസ്റ്റ് ഇരിക്കുന്നതെന്നാണ് ചോദ്യം. അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ക്യാൻസർ ഈസ് വൺ എമംഗ് ദ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, റൈറ്റ്? ഇപ്പോൾ എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നതിനെ പറ്റിയിട്ട് പറയുന്നത്? ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആർ ഡിസീസസ് കോസ്ഡ് ബൈ അൺഹെൽതി ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ്, അല്ലേ? രോഗമാണ്, പക്ഷേ ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നതിന് പ്രാഥമിക കാരണക്കാരൻ നമ്മുടെ ജീവിത ശൈലിയാണ് എങ്കിൽ അത്തരം രോഗങ്ങളെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെന്ന് ക്ലാസിഫൈ ചെയ്യാം. ദ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൺട്രോൾ പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ 2010. നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് സ്ട്രോക്ക് എന്ന പേരിൽ ഒരു നാഷണൽ പ്രോഗ്രാം പോലും NCDs, ഈ നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2010 ഇപ്പുറം ഗവൺമെൻറ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ കാരണം? നമ്മൾ പ്രാഥമികമായിട്ടും പറഞ്ഞതെന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ജീവിതശൈലിയെ ആശ്രയിച്ച് നിൽക്കുന്ന രോഗങ്ങളാണ്. അപ്പോൾ അതിന് കാരണം ഒന്ന് ലാക്ക് ഓഫ് എക്സസൈസ്, ആരോഗ്യപരമായിട്ടുള്ള വ്യായാമം. ഇപ്പോൾ വ്യായാമം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലും ഇപ്പോൾ അബദ്ധമാണ്, അല്ല അപകടമാണ്, പേടിയാണ്. ആളുകളോട് വ്യായാമം ചെയ്യാൻ പറയുമ്പോൾ പലരും ഓവറായിട്ട്, പല വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴങ്ങി വീണ് മരിക്കുക, ഓടാൻ പോകുമ്പോൾ കുഴങ്ങി വീണ് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ളൊരു ചോദ്യം വരെ വന്നു തുടങ്ങിയ കാലമാണ്. ഇവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, റെഗുലർ എക്സസൈസ്. ഇപ്പോൾ ലാക്ക് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇവിടെ ഒരു ചെറിയ കറക്ഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. റെഗുലർ എക്സസൈസ് എന്നൊരു ടേം നമുക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലർ
നമ്മൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്. പക്ഷേ ദ എക്സസൈസ് ഷുഡ് ബി റെഗുലർ. നമ്മൾ ഇന്ന് ചെയ്തു, 10 ദിവസം കഴിഞ്ഞ് ഇനി ചെയ്യാം, പിന്നെയും ചെയ്തു, പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റണുള്ളൂ. മാത്രമല്ല ഈ ചെയ്യുമ്പോൾ ഈ ഒന്നാമത് ഇപ്പം വളരെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ എക്സസൈസസ് ക്യാരി ഔട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല ഈ ജോലി ചെയ്യില്ല പൊതുവേ, പക്ഷെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ആവേശമാണ്. ചിലരുടെ കാര്യത്തിൽ നമ്മൾ പറയാറുണ്ട്, എനിക്കൊക്കെ ആ ഒരു കൂട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എക്സസൈസ് ഞാൻ പറഞ്ഞ പോലെ 5 ദിവസം ചെയ്യാണ്ടിരുന്നിട്ട് പിന്നെ ചാടിക്കയറി എക്സസൈസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചെയ്യുന്ന ദിവസം കഠിനമായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുത്തുകൊണ്ട് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തുകൊണ്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യും ആൾക്കാരും. ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് സാധിക്കുന്നതിലും നമ്മുടെ ലിമിറ്റ്സിനെ പുഷ് ചെയ്യുന്നതാണ്. പക്ഷേ ആ പുഷിങ്ങിനൊരു ലിമിറ്റ് ഉണ്ടാവണം. അപ്പോൾ അതൊരു അപകടത്തിന് വഴിയൊരുക്കും. ഒരുപാട് എക്സസൈസ് മീൻസ് റെഗുലറായിട്ട് ചെയ്യാണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ വളരെ പതിയെ നമ്മുടെ ബോഡിക്ക് അതിന് എന്താ പറയുക, ബോഡി ശീലിച്ചിട്ടില്ല. ഇപ്പോൾ ഓടുന്നത് നടക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഓടുന്നത് നടക്കുന്നത് ശീലിച്ചിട്ടില്ലാത്തൊരു ബോഡി 10-30 വയസ്സായ ഒരാളാണെങ്കിൽ ഇന്നേ വരെ അധികം നടക്കുകയോ ഓടുകയൊന്നും ചെയ്തിട്ടില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ എനിക്കിപ്പോൾ ഷുഗർ വന്നു അല്ലെങ്കിൽ കൊളസ്ട്രോൾ വന്നു, നാളെ തൊട്ട് നടക്കാൻ ഡോക്ടർ പറഞ്ഞു തുടങ്ങിക്കളയാം. ആദ്യ ദിവസം 5-10 കിലോമീറ്റർ നടക്കുക എന്ന് പറയുന്ന രീതിയിൽ എനോർമസ് ആയിട്ട് നമ്മുടെ ബോഡിക്ക് സ്ട്രെയിൻ കൊടുക്കും. കാരണം നമ്മുടെ ബോഡിക്ക് ഒന്നും ശീലമില്ല, അറിയില്ല. നമ്മളെ ബോഡി നോക്കുമ്പോൾ അറിയാത്ത പതിവില്ലാത്ത എന്തോ പ്രവർത്തനം നടക്കുകയാണ്, ബോഡി കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ബ്ലഡ് കൂടുതൽ പമ്പ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഹാർട്ട് പൊതുവെ അങ്ങനെ ബ്ലഡ് പമ്പ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ക്ലോട്ടോ ബ്ലോക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പമ്പിങ്ങിൽ തീർന്നു പോകും ആൾ. ഇതൊക്കെയാണ് പലപ്പോഴും ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കണം, കുഴങ്ങി വീണ് മരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്ന സിറ്റുവേഷൻ. അതുകൊണ്ട് എക്സസൈസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെയാണ് എക്സസൈസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നുള്ളത് ഉറക്കം. പലരും വിസ്മരിക്കുന്ന ഒരു സാധനമാണ് സ്ലീപ്പ്. പലരും നല്ല ഒട്ടുമുക്കാൽ പേരും ഉറക്കത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കണില്ല. പലരും ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, പക്ഷെ മെൻ്റൽ ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വളരെ കുറവാണ്. ആ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ എന്താ പറയുക അളവുകോൽ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് വണ്ണം വയ്ക്കുക, നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ കിതയ്ക്കുക, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഫിറ്റ്നസ് അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് താഴെ പൊയ്ക്കൊണ്ടിരിക്കുക, എനിക്ക് വണ്ണം വെക്കുക, ആവശ്യമില്ലാത്തടത്തൊക്കെ ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നു, വണ്ണം വെക്കുന്നു എന്ന് നമുക്ക് ഇത് വിറ്റ്നസ് ചെയ്യാൻ പറ്റും, വിസിബിളി നമുക്ക് മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ അത് കുറയ്ക്കണം. അങ്ങനെ പോയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തു അത് കുറയ്ക്കണം, നമുക്കത് അസസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ മെൻ്റൽ വെൽബീയിങ്ങിനെ അസസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മെൻ്റൽ വെൽബീയിങ്ങിന് അസസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നല്ല സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത്, മോശം സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് നമുക്കറിയാം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് മിക്സഡ് ആണ്, ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. വയർ വെക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ മെൻ്റൽ സ്ട്രെസ് വരുന്ന സിറ്റുവേഷൻ, നമുക്ക് സങ്കടം ഉണ്ടാവുന്നതും സന്തോഷം ഉണ്ടാവുന്നതും ഇത് രണ്ടും പാർട്ട് ഓഫ് ലൈഫ്, റൈറ്റ്? സോ ദിസ് വിൽ ഹാപ്പൻ, ഗോ ഓൺ. ഇതിങ്ങനെ റോളർ കോസ്റ്റർ പോലെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളപ്പോൾ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. മാത്രമല്ല ഈ മെൻ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മെൻ്റലി ഉണ്ടാകുന്ന ഡിസപ്പോയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഇതൊക്കെ പലതിനെയും ബാധിക്കും. നമ്മുടെ ബോഡിയിൽ പല ഹോർമോൺ പ്രൊഡക്ഷനെയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ ബാധിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ദ ലാക്ക് ഓഫ് സ്ലീപ്പ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഉറക്കം. നമ്മുടെ ഏറ്റവും നല്ല നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 10-12 മണിക്കൂറൊക്കെ ഉറങ്ങാൻ കണക്കിനാണ് നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് രാത്രി ഇരുട്ടണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബോഡി എന്ത് ചെയ്യുക, പണിയെടുക്കേണ്ടതില്ല, പോയി കിടക്കുക, റെസ്റ്റ് എടുക്കുക. ഏകദേശം 10-12 മണിക്കൂറോളം നമ്മൾ ഉറങ്ങാൻ കണക്കാക്കിയ നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് പണ്ട് കാലം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ. 12 ഇല്ലെങ്കിൽ പോട്ടെ, ഒരു 10 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ കണക്കിനാണ് ഡിസൈൻ ചെയ്തേക്കുക. പക്ഷേ ഇന്നത് നമുക്ക് 10 മണിക്കൂറും 12 മണിക്കൂറും കിടന്നുറങ്ങുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആവശ്യങ്ങൾ കൂടി മീറ്റ് ചെയ്യുന്ന തരത്തിൽ ആ സമയക്രമം മാറ്റിയിരിക്കുക. എങ്ങനെ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പണ്ട് കാലങ്ങളിൽ ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നു മിനിമം നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങണം. ഈ കണക്ക് വെച്ച് പറയും നമ്മുടെ ബോഡിക്ക് ആ റെസ്റ്റ് വേണം, മിനിമം നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങണം. ഇവിടെ ഡോക്ടർ ഉറക്കം എന്ന് സൂചിപ്പിക്കുന്നത് ബെഡിൽ ചെന്ന് കിടക്കുന്ന സമയം തൊട്ടല്ല, നിങ്ങൾ ഉറക്കത്തിലേക്ക് പോയിട്ട് 8 മണിക്കൂർ കിട്ടണം എന്നുള്ളതാണ്, ഉണരുന്നത് വരെ. അപ്പം നിങ്ങൾക്ക് ശരിക്കും ചിലപ്പോൾ ബെഡിൽ പോയി കിടന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഉറക്കം വരുന്നവനാണെങ്കിൽ 8.5 മണിക്കൂർ ഉറക്കം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ബെഡിൽ പോകുന്നത് പ്ലാൻ ചെയ്യണം. പിന്നീട് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് അതും മാറ്റി പറഞ്ഞു, പിന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 6 hours എങ്കിലും സ്ലീപ്പ് ചെയ്യണം, 6 മണിക്കൂർ ഏറ്റവും ചുരുക്കം ഉറങ്ങിയിട്ടാണ്. കാരണം ആൾക്കാർ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഈ 8 മണിക്കൂർ ഉറങ്ങുക എന്ന് പറയുന്നത് നടക്കണില്ല.
രാത്രി 12 മണിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, രാവിലെ 6 മണിക്ക് എഴുതുകയും വേണം. അപ്പോൾ എങ്ങനെ 6 മണിക്കൂർ കിട്ടും കഷ്ടി? അപ്പോൾ പിന്നെ 8 മണിക്കൂർ ഉറങ്ങുക എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ അതൊരു എന്തോ നമുക്ക് പറ്റാത്തൊരു പരിപാടി അവിടെ കിടപ്പുണ്ട്, നമ്മൾ ആരോഗ്യപരമായിട്ട് മോശാവസ്ഥയിലാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് കിട്ടും. പിന്നീട് നമ്മുടെ ആവശ്യം മാറി 6 മണിക്കൂർ ഉറങ്ങുന്നില്ല എന്ന രീതിയിലേക്ക് എത്തി. അതിന് അതിൽ കുറച്ചിട്ടില്ല കേട്ടോ ഭാഗ്യത്തിന്. അപ്പം നിങ്ങൾ ചോദിക്കും ഇതിലും കുറച്ചൊക്കെ ഉറങ്ങുന്ന ആൾക്കാരില്ലേ ഒരു കുഴപ്പമില്ലാതെയെന്ന്. ഉണ്ടാവാം. സാധാരണ കണ്ടീഷൻസിൽ അത്യാവശ്യം നല്ല ഉറപ്പ് ഞാൻ പറഞ്ഞ 8 മണിക്കൂർ തന്നെയാണ് കേട്ടോ. ഒരുവിധം വാസ്തവം നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തൊക്കെ ഒന്ന്, മെൻ്റൽ മാത്രമല്ലോ മെൻ്റലിയും ഫിസിക്കലിയും നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. നമ്മുടെ ഓരോ മസിലിനും റെസ്റ്റ് ആവശ്യമുണ്ട്. കാർഡിയാക് മസിൽസിന് ആ റെസ്റ്റ് കിട്ടണില്ല, അത് വേറെ കാര്യം. പക്ഷേ അല്ലാണ്ട് വരുന്ന നമ്മുടെ വോളണ്ടറി മസിൽസിനൊക്കെ റെസ്റ്റ് ആവശ്യമുണ്ട്. അത് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ, മസിൽസ് ഉപയോഗിച്ച് ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ മസിൽസിന് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കണം. മസിൽ റിക്കവറിക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഫെറ്റീഗ് ഉണ്ടാകുമ്പോൾ ആ ഫെറ്റീഗ് മാറി മസിൽസ് വീണ്ടും ഡെവലപ്പ് ആവുന്ന, വീണ്ടും തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്ലീപ്പ് കുറയുക എന്ന് പറയുന്നത് വലിയ കുഴപ്പമാണ്. നിങ്ങൾ താമസിച്ച് ഉറങ്ങുന്നവനാണെങ്കിൽ അത്ര നേരം ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. പക്ഷേ ഏറ്റവും നല്ലത് നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കുന്നത് തന്നെയാണ്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പറ്റുമെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റിയ, പിറ്റേ ദിവസം ഒരു 4 മണി 5 മണിക്ക് എണീക്കാൻ പറ്റിയ, ദാറ്റ്സ് വെരി വെരി ഗുഡ്. അല്ലെങ്കിൽ ഒരു 10 മണിക്ക് കിടക്കുക. 8 മണിക്കൊന്നും കിടക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ എന്നെ തല്ലാൻ വരും. 10 മണിക്ക് കിടന്നിട്ട് നിങ്ങൾക്ക് ഒരു 5 മണിക്ക് എണീക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കുക. 10 മണിക്ക് കിടക്കുന്നു, 6 മണിക്ക് എണീക്കുന്നു, മതി. ദാറ്റ്സ് എ ഗുഡ് വൺ. 5 എണീക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ബിഫോർ 5 നിങ്ങൾ 5 AM ക്ലബ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുസ്തകമൊക്കെ വായിക്കാൻ കിട്ടും. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വായിച്ച് നോക്കിയാൽ കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ കാരണം 5 മണിക്ക് എണീറ്റുള്ളൊരു ഗുണം എന്താണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ വിശ്വസിക്കുകയില്ല ചിലപ്പോൾ. സ്ഥിരമായിട്ട് എണീക്കുന്നവർക്ക് ചിലപ്പോൾ അതറിയാം. 5 മണിക്ക് മുമ്പ് എണീക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവർക്ക് കിട്ടുന്ന സമയം ഒരുപാട് കൂടുതൽ തോന്നിക്കും. ഒരു 10 മണിയായിട്ട് എണീക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കണ്ണടച്ച് ഉറക്കുമ്പോഴേക്കും ഉച്ചയാവും. പിന്നെ ഒന്ന് ഭക്ഷണം കഴിച്ചൊക്കെ കഴിക്കുമ്പോഴേക്കും മണി 4:30 എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ആ ദിവസം തീർന്നിട്ട് പുള്ളിക്ക് ഒന്നും പ്രോഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഓക്കെ, ലേറ്റ് നൈറ്റ് ആയിട്ടിരുന്ന് വെറുതെ മൊബൈൽ കാണുമോ TV കാണുമോ ഒക്കെ ആയിരിക്കും, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വരും. എന്നാൽ നേരത്തെ എണീക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, 5 മണിക്ക് എണീക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും അയാൾ നോക്കുമ്പോൾ അയാൾ എണീറ്റ് കുറേ നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴയാൾ 10 മണിയായിട്ടുണ്ടാവും ഒരു പക്ഷേ, പകൽ 10 മണി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നും ഞാൻ ഒരുപാട് നേരമായിട്ട് ഉണർന്നിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ള തോന്നലുണ്ടാവും. ഒരുപാട് സമയം ആ ദിവസത്തിൽ ഫ്രൂട്ട്ഫുള്ളായിട്ട് തനിക്ക് കിട്ടുന്നത് പോലൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കും. അത് വലിയ കാര്യമാണ്. നമുക്കൊരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പിന്നുള്ളത് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, സ്ലീപ്പായിട്ട് അസോസിയേറ്റ് ഞാനത് പറഞ്ഞു, മെൻ്റൽ സ്ട്രെസ്സ്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ, ആൾക്കാർക്കെല്ലാം ഒന്നിനും സമയമില്ല, എല്ലാവരും പണത്തിന് പുറകെയുള്ള ഓട്ടത്തിലാണ്, എല്ലാവരും തനിക്ക് ആവശ്യമുള്ളതാണോ എന്ന് പോലും അറിയാത്ത പല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഗതികൾക്കും പുറകെ ഓടുകയാണ്. അപ്പോൾ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം തന്നെ എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് അടിയറവ് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്ട്രെസ്സിന് പിന്നെ മാനുഷിക മൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതും മെൻ്റൽ സ്ട്രെസ്സിന് കാരണമാകും. പിന്നെ റോഡിലോട്ട് ഇറങ്ങിയാൽ പിന്നെ മെൻ്റൽ സ്ട്രെസ്സാണ്. കേരളത്തിലേക്ക് നിരത്തുകളിൽ വണ്ടിയുമായിട്ടൊക്കെ ഇറങ്ങുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം, അത് തന്നെ ഒരു മെൻ്റൽ സ്ട്രെസ്സായിട്ട് മാറുന്ന സിറ്റുവേഷനാണ്. ട്രാഫിക്കും റൂൾസ് പാലിക്കാത്തുള്ള ആൾക്കാരുടെ പോക്കും, ബ്രൈറ്റും ഒക്കെ ഇട്ട് രാത്രിയുള്ള ആൾക്കാരുടെ വരവും, ഒരു തരത്തിലുള്ള സിവിക് സെൻസും ഇല്ലാത്ത ആൾക്കാർ ചുറ്റും വണ്ടി ഓടിച്ചു പോകുന്നതും ഒക്കെ കാണുമ്പോൾ അത് മറ്റൊരു മെൻ്റൽ സ്ട്രെസ്. എനിഹൗ മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നൊരു ഇഷ്യൂ നമുക്ക് പറയാം. പിന്നുള്ളത് ഹാബിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ആൽക്കഹോൾ കൺസപ്ഷൻ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് വാങ്ങുന്ന കുപ്പിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. പുകവലി, സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് സ്മോക്കിംഗ് സിഗരറ്റിൻ്റെ ഈ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രഗ് അബ്യൂസ്, അത് വാങ്ങുന്ന പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടോ, കാരണം അത് ലീഗലായിട്ട് വാങ്ങാൻ കിട്ടാത്തതുകൊണ്ട് അത് വാങ്ങുന്ന പാക്കറ്റും ഇല്ല. അതുകൊണ്ട് ഈ NDPS ആക്ട് പ്രകാരമുള്ള നിയമങ്ങളൊന്നും അതിന് ബാധകമല്ല, ഡ്രഗ്സും മറ്റു കാര്യങ്ങളിലുമൊന്നും. അപ്പോൾ അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ അതും അറിഞ്ഞോ അറിയാതെയൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിനെയൊക്കെ ഒരുപാട് ഹാം ചെയ്യുന്ന സാധനമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ എന്താ പറയുക, യൂസേജസ് എന്ന് പറയും, ബാഡ് ഹാബിറ്റ്സ്, അതും നമ്മുടെ എന്താ പറയുക ലൈഫ് സ്റ്റൈലിൻ്റെ ഇഷ്യൂ ആണ്. മദ്യപാനവും സ്മോക്കിങ്ങും ഒക്കെ ലങ് ഇഷ്യൂസൊക്കെ വരാൻ ഏറ്റവും നല്ല ഒന്നാം തരം ഐറ്റമാണ് സ്മോക്കിംഗ്. അടിപൊളിയാണ്. ലങ് ഇഷ്യൂസൊക്കെ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി. അത് സ്മോക്കിങ്ങിൽ തന്നെ പലരും പല ഗ്രേഡ് സിഗരറ്റുകളൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. അതിൽ ഏറ്റവും മോശപ്പെട്ടത്, ഏറ്റവും വില കുറഞ്ഞ സിഗരറ്റൊക്കെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വരാനുള്ള അസുഖങ്ങൾ വന്നു ചേരും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പൊക്കെ തരാൻ പറ്റുന്ന ഒരു അസുഖമൊക്കെയാണ് സ്മോക്കിംഗ്. ആൽക്കഹോൾ കൺസംഷൻ റാദർ സ്മോക്കിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണെന്നെങ്കിലും പറയാം, കുഴപ്പം. പിന്നെ നമ്മൾ ട്രോപ്പിക്കൽ രാജ്യത്ത് കിടക്കുന്ന ആൾക്കാരാണ്, നല്ല ചൂടുള്ള ആൾക്കാരാണ്. അവിടെ നമുക്ക് ആൽക്കഹോൾ കൺസംഷൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നല്ല തണുപ്പുള്ള ഇടങ്ങളിൽ ആൽക്കഹോൾ കൺസംഷൻ റിക്വയർഡാണ്. കാരണം നമ്മുടെ ബോഡിയെ ഹീറ്റാക്കി നിർത്താൻ അത് സഹായിക്കും, ആൽക്കഹോൾ സഹായിക്കും. അപ്പോൾ റഷ്യയിലെ ആൾക്കാർ മദ്യപിക്കുന്നല്ലോ, US ആൾക്കാർ മദ്യപിക്കുന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ത്യയിലെ ആൾക്കാർക്ക് എന്താ മദ്യപിച്ചാലും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മദ്യപിക്കുന്നവർ പാടെ കുറ്റം പറയുന്നതല്ല, പക്ഷെ അതിന് ഒരു ലിമിറ്റൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഈ അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്ന പോലെയാണ്. ആൽക്കഹോൾ കൺസപ്ഷൻ എക്സസീവായിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നം തന്നെ ഉണ്ടാക്കും. അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തരുമ്പോൾ നമ്മുടെ ബോഡി ഇതെല്ലാം പ്രോസസ്സ് ചെയ്യാൻ, ഇതെല്ലാം ബോഡിക്കുള്ളിലോട്ടാണ് പോണേ. അകത്ത് കിടക്കുന്ന ഓർഗൻസ് ആണ് ഇതിനെല്ലാം പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ കഴിക്കുന്ന എന്ത് സാധനമായാലും. ഈ ആൽക്കഹോൾ കൺസംഷൻ മാത്രമല്ല, നിങ്ങൾ ഈ പെപ്സിയൊക്കെ കുടിക്കുന്നത് അതിനേക്കാളും കുഴപ്പം. ആൽക്കഹോൾ കൺസംഷനേക്കാൾ അപകടകാരിയാണ് പെപ്സിയൊക്കെ. ഇതിനേക്കാൾ പ്രശ്നക്കാരനാണ് അത്. ഇത് പിന്നെയും കുഴപ്പമില്ല, അത് കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ കുഴപ്പക്കാരനല്ല എന്ന് വേണം പറയാൻ. പെപ്സി അതുപോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ അല്ലേ പാക്കറ്റിൽ വരുന്ന ഐറ്റം, പ്രത്യേകിച്ച് ഈ കളേർഡ് ആയിട്ടുള്ള കൊക്കക്കോള, പെപ്സി പോലുള്ള കളേർഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഹാനികരമായിട്ടുള്ള സാധനമാണ്. നമ്മുടെ ബോഡിക്കുള്ളിൽ അവയവങ്ങളൊക്കെ വേണമെങ്കിൽ ദ്രവിച്ചു പോകാൻ തക്കവണ്ണം സ്ട്രെങ്ത് ഉള്ള ഐറ്റംസാണ് ഇവന്മാർ. പിന്നെ വേറൊരു കുഴപ്പം എന്താ, ഇതിനൊക്കെ മേജറായിട്ടുള്ളത് ഷുഗർ മാത്രമാണ്. കുറേ പഞ്ചസാര വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന എഫക്റ്റാണ് നിങ്ങൾ ഈ പെപ്സി കൊക്കക്കോളയൊക്കെ കുടിക്കുന്നത് മീൻസ് സ്ഥിരം കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ റയറായിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള കൺസപ്ഷൻ നിങ്ങൾ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതൊരു പ്ലെഷർ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെ അത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്, കൊതിയുള്ള ആളാണെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വളരെ കാലയളവിൽ ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം കൺസ്യൂം ചെയ്യാനായിട്ടൊക്കെ നോക്കുക കേട്ടോ. ഭയങ്കര കുഴപ്പക്കാരനായിട്ടുള്ള ഐറ്റമാണ് അവന്മാർ. പിന്നുള്ളത് മെഡിസിൻസ്. അതും വേറൊരു കുഴപ്പമാട്ടോ. നമ്മൾ എന്തിനും ഏതിനും മെഡിസിൻസിനെ ആശ്രയിക്കുമല്ലോ. ചെറിയൊരു തലവേദന ഒന്നും, ചെറിയൊരു എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ വന്നാൽ പോലും പെട്ടെന്ന് മെഡിസിൻസിനെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ ആൾക്കാർക്ക്. കാരണം അത് ഒരു പരിധിവരെ ശരിയാണോ എന്ന് ചോദിച്ചാൽ അറിയാം. ബിക്കോസ് ഡോക്ടേഴ്സ് പോലും പറയുന്നത് നിങ്ങൾ സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്യരുതെന്നാണ്, സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ചെയ്യരുതെന്നാണ്. മുറിവൈദ്യൻ ഒന്നും പഠിച്ചിട്ടില്ലാത്തവനേക്കാൾ അപകടകാരിയാണെന്ന് പറയും. മുറിവൈദ്യനാണ് കൂടുതൽ അപകടകാരി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കരുത്. ഇഫ് യു ഹാവ് എ സിംറ്റം, ഗോ ടു ദി ഡോക്ടർ ആൻഡ് ലെറ്റ്സ് കൺസൾട്ട്. ഇപ്പോൾ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പറയും. പിന്നെ പലർക്കും മരുന്ന് തരുന്ന ഡോക്ടർ നല്ല ഡോക്ടറും മരുന്ന് തരാത്ത ഡോക്ടർ മോശം ഡോക്ടറുമാണ്. അല്ല, ഇഷ്ടംപോലെ മരുന്നൊക്കെ എഴുതി ഡോസൊക്കെ കൂടിയ മരുന്ന് എഴുതി തരുന്ന ഡോക്ടറെ നമ്മൾ അഭിനന്ദിക്കും. മരുന്ന് തരാതെ നിങ്ങളിത് കുറച്ച് പോയിട്ടൊന്ന് ഉറങ്ങിയാൽ മതി പ്രശ്നം തീരും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇച്ചിരി ഒരു കാപ്പിയിട്ട് കുടിച്ചാൽ മതി പ്രശ്നം തീരും എന്ന് പറയുന്ന ഡോക്ടർ ഇയാളെന്ത് ഡോക്ടറാണ് നമ്മൾ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധിതരായിട്ട് ഡോക്ടേഴ്സ് പോലും നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്തിരിക്കുന്ന പോലെ ആയി പോവുകയാണ്. അതൊന്നും അത്ര നല്ല പരിപാടികളായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരുന്നതിന് കാരണമാവുന്ന സിറ്റുവേഷൻസാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കി. ഹാർട്ട് ഡിസീസസ് ഉണ്ട്, സ്ട്രോക്ക് ഉണ്ട്, ഡയബറ്റിസ് ഉണ്ട്, ഒബീസിറ്റി ഉണ്ട്, അമിതവണ്ണം, മെറ്റബോളിക് സിൻഡ്രംസ് ഉണ്ട്, നമ്മുടെ ബോഡിക്കുള്ളിൽ നടക്കേണ്ട കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാത്ത സംഗതി. പിന്നെ COPD എന്ന് പറയും, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡർ. അത് ലങ് ഡിസോർഡറാണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡർ. പിന്നെ ക്യാൻസർ പോലുള്ളവയെല്ലാം. എല്ലാ ക്യാൻസറും ഇതല്ല കേട്ടോ, ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ക്യാൻസറും ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല. ചില ക്യാൻസറുകൾ ലൈഫ് സ്റ്റൈലാണ്, ചിലതൊക്കെ നമുക്ക് ജന്മനാ വരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട് കേട്ടോ, ചിലതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസുമാണ് താനും. അപ്പോൾ ക്യാൻസറിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ക്യാൻസർ ഈസ് one of the most dreaded diseases of human being and is a major cause of death worldwide. More than 1 million Indians suffer from cancer annually and a large number of them die from it. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച പോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ക്യാൻസർ. ഇന്ത്യയിൽ പോലും ഒരു വർഷം 1 ദശലക്ഷം ആൾക്കാരാണ് ക്യാൻസറിന് വിധേയമാകുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അതിൽ ഒട്ടുമുക്കാൽ പേരും അതുമായി ബന്ധപ്പെട്ട് തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ക്യാൻസർ ഒരു ഭയപ്പെടുന്ന പോലെ അത്ര ഭീകരമായിട്ടുള്ളൊരു രോഗാവസ്ഥയൊന്നും അല്ല താനും. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ക്യാൻസർ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിലൂടെ അത് ഭേദമാകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ മരണപ്പെടുന്നവരെ പറ്റിയിട്ടാണ് കൂടുതൽ കേൾക്കുന്നതെങ്കിൽ മരണപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ എങ്ങനെ അവർ മരണപ്പെടാതിരുന്നു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ കണ്ടെത്തണം.
ക്യാൻസർ ഉണ്ട് എന്ന ഒരു സ്ലൈറ്റസ്റ്റ് ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം നമുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്ത് അത് ഉറപ്പാക്കണം. വെദർ ഇറ്റ് ഈസ് ക്യാൻസർ ഓർ നോട്ട്. ഏർലി ഡിറ്റൻഷൻ ചെയ്ത സിറ്റുവേഷൻസിൽ എത്രത്തോളം നേരത്തെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നോ അത്രയും പ്രോബബിലിറ്റി കൂടും നിങ്ങൾ സർവൈവ് ചെയ്യാൻ. ആരുടെ കാര്യമായാലും, അതിപ്പോൾ പ്രായമുള്ളവരുടെ കാര്യമായാലും ശരി, പ്രായമില്ലാത്ത കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ശരി. Research into the mechanisms underlying cancer development, oncogenic transformation, treatment, അതുപോലെ control is among the most intense areas of study in biology and medicine. മെഡിസിൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് പഠിക്കുന്ന ഒരു സെക്ടർ കൂടിയാണ് കേട്ടോ ക്യാൻസറിൻ്റെ എന്താ പറയുക അണ്ടർലൈങ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ, ഇനി അതുണ്ടാവുമെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികൾ, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഏരിയാസ് എന്നൊക്കെ പറയുന്നത് ബയോളജിയിലും മെഡിസിനിലും ഒരു ഹോട്ട് ടോപ്പിക്കാണ് എൻ്റെ റിസർച്ച് എന്ന് പറയുന്നത്. ദ ബോഡി പാർട്ട് ദറ്റ് ഈസ് ലീസ്റ്റ് എഫക്റ്റഡ് ബൈ ക്യാൻസർ ഈസ് ഹാർട്ട്. ഞാനത് ഓൾറെഡി പറഞ്ഞാണ്. നമുക്ക് ഹൃദയം ഒഴികെയുള്ള മറ്റു ഭാഗങ്ങൾക്കാണ് ക്യാൻസർ വരാൻ സാധ്യത. അപ്പോൾ ഹൃദയം നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ അഫക്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ശരീരഭാഗമുണ്ടോ എന്ന് ചോദിച്ചാൽ, അവയവമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഹൃദയമാണ്, ഹാർട്ട്. ദ ടോക്സിക് സബ്സ്റ്റൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ സ്മോക്ക് produced when plastic is burned that causes cancer is dioxin. ഈ പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറയുമെങ്കിലും ബഹുഭൂരിഭാഗം പേരും മണ്ടത്തരം കാണിക്കും, അറിഞ്ഞു വെച്ചിട്ട് കാണിക്കുന്നതാണ്. ചെറിയ തോതിൽ സംഭവിച്ചാൽ എന്താ എന്നൊരു ചോദ്യത്തിൻ്റെ ഒരു ലാഘവത്തിൽ എടുക്കുന്നത് കൊണ്ടാണത്. പലരും അറിയാതെ പോകുന്ന സിറ്റുവേഷനാണ് ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഒരു പരിപാടി. സ്ഥിരമായിട്ട് പലരുടെയും വീടുകളിൽ പോലും ഉണ്ട്. കുഞ്ഞു കുട്ടികൾ താമസിക്കുന്ന വീടുകളിൽ പോലും പ്ലാസ്റ്റിക് കത്തിക്കും കൂട്ടിയിട്ട്. വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് മറ്റു മാർഗ്ഗമില്ല. അപ്പോൾ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള വേസ്റ്റ് കത്തിച്ചുള്ള കൂട്ടത്തിൽ പ്ലാസ്റ്റിക്കും കത്തിപ്പോയ എന്താ ശരി, ഞാനിപ്പോൾ പേപ്പറാണ് കൂട്ടിയിട്ട് കത്തിച്ച കൂട്ടത്തിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടി അതിനകത്ത് വന്നുപോയി. അതും കൂടെ ഒരു പ്ലാസ്റ്റിക് കവർ കൂടി വന്നു, ഒരു ചിപ്സോ മിക്സ്ചറോ എന്തെങ്കിലും വാങ്ങിയൊരു കവർ കൂടി അതിനകത്ത് വന്ന് പെട്ടുപോയി. അതുകൂടെ അപ്പോൾ കുഴപ്പമില്ല, ഒരുപാട് കൂട്ടം പേപ്പർ കത്തിക്കുന്നതിന് കൊടുത്ത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറല്ലേ ഉള്ളൂ, അതുകൂടെ കത്തട്ടെ, കുഴപ്പമില്ല, എന്ത് ചെയ്യാൻ ഇനിയിപ്പോഴത്തെ മാറ്റാനും നിൽക്കണ്ട. പക്ഷേ ഈ പ്ലാസ്റ്റിക് കത്തുന്ന സമയത്ത് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡയോക്സിൻ എന്ന് പറയുന്ന ഒരു കാർസിനോജൻ സ്മോക്കിനോടൊപ്പം എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ വലിച്ചു കയറ്റുന്ന പുകയിലുള്ള കോമ്പോണൻറ്റുകളിൽ കാർബൺ മോണോക്സൈഡ് മറ്റോ ഉള്ളതിനോടൊപ്പം ഡയോക്സിൻ എന്ന് പറയുന്ന ഒരു വസ്തുവും കൂടിയുണ്ട്. ആ ഡയോക്സിൻ കാർസിനോജനാണ്. നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയല്ല, ക്യാൻസർ ഉണ്ടാക്കുന്നവനായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്ന ഏജൻ്റാണ് ഡയോക്സിൻ. അബദ്ധത്തിൽ ഒരു പ്ലാസ്റ്റിക് കവർ കത്തിച്ചാൽ കുഴപ്പമുണ്ടോ? ശരി, കുഴപ്പമില്ല എന്ന് പറയാം. അപ്പം നിരന്തരം കത്തിച്ച് കളയുന്നവരുടെ കാര്യത്തിൻ്റെ കാര്യം എന്തായിരിക്കും? നിരന്തരം നിങ്ങൾ ഡയോക്സിനിൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ക്യാൻസർ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് മാത്രമല്ല അത് കുഴപ്പം വരിക. വീട്ടിലുള്ള എല്ലാവരും ഈ പുക ശ്വസിക്കുന്ന സാഹചര്യം വന്നാൽ വീട്ടിലുള്ള എല്ലാവർക്കും ക്യാൻസറിൻ്റെ സാധ്യത കൂടും. കുഞ്ഞുങ്ങളുള്ളിടത്തോ അവർക്ക് നമ്മളത്ര പോലും പ്രതിരോധശേഷി ഇല്ലാത്തവരാണ്, വയസ്സായ ജനങ്ങളുള്ളവരിൽ എല്ലാം. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്നൊരു വിഭാഗം, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ പ്ലാസ്റ്റിക് ആൾക്കാർ ആരോഗ്യപരമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നു പ്ലാസ്റ്റിക് വേസ്റ്റിനെ എന്നത് മനസ്സിലാക്കിയിട്ട് അടുത്തവൻ്റെ പറമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. റോഡ് സിവിക് സെൻസിൻ്റെ കാര്യം പറഞ്ഞാൽ വഴിയരികിലും മറ്റുമൊക്കെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യുക. വെള്ളം കുടിച്ച കുപ്പി ബോട്ടിൽ അങ്ങനെ തന്നെ വലിച്ചെറിയുക. ഇറ്റ്സ് വെരി വെരി സിക്ക് ഓഫ് ദിസ് അല്ലേ. ഭയങ്കര മോശപ്പെട്ട പരിപാടികളാണ്. കുഞ്ഞുങ്ങളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ പാരൻസ് ഇത് ചെയ്യുന്ന കണ്ടാൽ പഠിക്കണം. അപ്പോൾ നാളെ ഈ കുഞ്ഞും ബോട്ടിൽ റോഡരികിൽ വലിച്ചെറിഞ്ഞാൽ കുഞ്ഞിനെ ആർക്കും ശകാരിക്കാൻ അവകാശമൊന്നുമില്ല. കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയോ ഇത് ചെയ്തിട്ടുണ്ടാകും, അത് കണ്ടാ കുഞ്ഞ് പഠിച്ചത്. കുഞ്ഞിനോട് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് ഡസ്റ്റ് പനി ഇടണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛൻ എന്താ ഇടാത്തത് അല്ലെ അമ്മ എന്താ ഇടാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടാവണം. ഉണ്ടോ മറുപടി? ഇല്ല. അപ്പോൾ അവരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഹരിതകർമ്മസേനയ്ക്ക് 50 രൂപ കൊടുക്കാൻ മടിച്ചിട്ട് ആൾക്കാർ കത്തിക്കാൻ തുടങ്ങി. 50 രൂപയ്ക്ക് വേണ്ടി ക്യാൻസർ വിളിച്ചു വരുത്തുക, 50 രൂപയ്ക്ക് വേണ്ടിയിട്ട്. ചിലയിടങ്ങളിൽ 100 രൂപയാണ്. എന്താ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇന്നാല് കത്തിച്ചിളങ്ങിയിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നിയമം വന്നത്, നിങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് വേസ്റ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ കാശ് കൊടുക്കണം. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ വേസ്റ്റ് കൊടുത്തിട്ടാവാമല്ലോ കാശ് എന്ന രീതിയിലേക്ക് മാറി. ഒരു നല്ല തീരുമാനം ഗവൺമെൻറ് കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം കുറേയൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കൽ പല നെയ്ബർഹുഡുകളിലും കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
നല്ല കാര്യം. ബ്രസ്റ്റ് ക്യാൻസർ വളരെ കോമണാണ്. സ്തനാർബുദം അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്നൊരു ടെസ്റ്റിന് വിളിക്കുന്ന പേരാണ് മാമോഗ്രഫി. സെർവിക്കൽ ക്യാൻസർ തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ഡിറ്റക്ഷൻ ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. നമ്മൾ ഇന്നൊരു PYQയിൽ കണ്ട ചോദ്യം പാപ്സ്മിയർ ടെസ്റ്റ്. എന്ത് ക്യാൻസർ പരിശോധനയ്ക്ക് കിട്ടിയല്ലോ? സെർവിക്കൽ ക്യാൻസറാണ്. ഗർഭാശയവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ സെർവിക്കൽ ക്യാൻസർ. 3, the person who first discovered cancer is റോബർട്ട് വെയിൻബർഗ്. അപ്പോൾ ക്യാൻസർ എന്ന രോഗാവസ്ഥയെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് റോബർട്ട് വെയിൻബർഗ് എന്ന മനുഷ്യൻ. അത് പറ്റിയിട്ട് ചോദ്യം വരാനുള്ള സാധ്യത കുറവാണെന്നാലും പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്താ നമ്മൾ ക്യാൻസർ എന്താണ് ക്യാൻസർ? നമ്മുടെ ശരീരത്തിലെ സെൽസിന് ഗ്രോത്ത് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം സെൽ ഗ്രോത്ത് ഉണ്ട്. മൈറ്റോസിസ്, മിയോസിസ് എന്ന 2 പ്രോസസ്സ് വഴി നമ്മുടെ ശരീരത്തിൽ സെല്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട്. വെജിറ്റേറ്റീവ് സെൽ ഗ്രോത്ത് ഉണ്ട്, മൈറ്റോസിസ്. അതുപോലെ റിപ്രൊഡക്റ്റീവ് സെൽ ഗ്രോത്ത് ഉണ്ട്, മിയോസിസ്. അപ്പം സെൽസ് ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത് കോമൺ ആണ്. നമ്മുടെ ശരീരത്തിൽ സെൽസ് പുതുതുണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്, പഴയ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോർമൽ സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻ ദി ബോഡി സെൽ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ ഈസ് ഹൈലി കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ്. യെസ്, അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യപ്പെട്ട് റെഗുലേറ്റ് ചെയ്യപ്പെട്ടാണ് നടക്കുന്ന സെൽ ഗ്രോത്ത്. നോർമൽ സെൽസ് എക്സിബിറ്റ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. സാധാരണ നമ്മുടെ ബോഡിക്കകത്തൊരു സെല്ല് ഗ്രോത്ത് സംഭവിക്കുന്ന ഇടത്തുള്ള സെൽസിൽ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. വാട്ട് ഈസ് കോണ്ടാക്ട് ഇൻഹിബിഷൻ? കോണ്ടാക്ട് ചെയ്താൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യപ്പെടും. ഇൻഹിബിറ്റ് മീൻസ് തടസ്സപ്പെടും. അതായത് കോണ്ടാക്ട് വിത്ത് എ നൈബറിങ് സെൽ ഇൻഹിബിറ്റ് ദെയർ ഫർദർ അൺകൺട്രോൾഡ് പ്രൊലിഫറേഷൻ, വളർച്ച. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാനൊരു സെല്ലിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ അടുത്ത് മറ്റൊരു സെല്ലുമായിട്ട് ഇത് കോണ്ടാക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരത്തില്ല. ശരി, ഓക്കെ, അടുത്ത സെൽസ് അവിടെ ഉണ്ട്, അപ്പോൾ ഇനി ഞാൻ വളരേണ്ട കാര്യമില്ല, ഇനി ഞാൻ ഗ്രോത്ത് നടത്തേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സെൽ ഗ്രോത്ത് നിൽക്കും. നോർമൽ സെൽ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ ക്യാൻസർ സെൽസിൻ്റെ ബിഹേവിയർ എന്താ? ദേ അപ്പിയർ ടു ഹാവ് ലോസ്റ്റ് ദ പ്രോപ്പർട്ടി ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. അവർക്ക് ഈ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല. മീൻസ് അവരുടെ സെൽ ഗ്രോത്ത് അടുത്തൊരു സെല്ലുമായിട്ട് കോണ്ടാക്റ്റീവ് വന്നാൽ നിൽക്കില്ല. ദേ വിൽ കണ്ടിന്യൂ ടു ഗ്രോ. അപ്പോൾ ക്യാൻസറസ് സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു പ്രദേശത്ത് അടുത്തുള്ള സ്ഥലങ്ങളിലെ സെല്ലുമായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ കൂടി വീണ്ടും അവൻ ജനറേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരികയും സെൽ ഡിവിഷൻ ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരികയും ആ പ്രദേശത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ സെൽസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് മാറുകയും ചെയ്യുന്ന സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരളവിനേക്കാൾ കൂടുതൽ സെല്ല് ഒരു പ്രദേശത്ത് അടങ്ങുന്ന സമയത്ത് അതൊരു പ്രൊജക്ഷൻ, ഒരു ഔട്ട് ഗ്രോത്ത് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ കൈവിരലിൽ ഈ ഒരു ഭാഗത്ത് ഇത്രയുമാണ് സ്കിൻ സെൽസ് വേണ്ടത്. പക്ഷേ ഇത്രയും സ്കിൻ സെല്ലിനേക്കാൾ കൂടുതൽ സ്കിൻ സെൽസ് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് അത്രയും സെൽ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ എന്തെങ്കിലും പുതിയൊരു പ്രൊജക്ഷൻ ഇവിടെ ഇങ്ങനെ വരും അല്ലേ? കൂടുതൽ സെൽസിൻ്റെ കൂടുതൽ പ്രൊജക്ഷൻ വരും. ആ പ്രൊജക്ഷനെയാണ് നമ്മൾ ട്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത്. That projections are called masses of cells are called tumors. പ്രൊജക്ഷനാണ്, അതിൻ്റെ masses of cells ആണ്. സെല്ലിൻ്റെ ഒരു ഗ്രൂപ്പാണല്ലോ, മാസാണ് ട്യൂമർ. നമ്മൾ പറയാറില്ല എനിക്ക് എൻ്റെ അടുത്ത് അവന് ട്യൂമർ ഉണ്ട്, അങ്ങനെ ഒരു അസുഖമുണ്ട്, ബ്രെയിൻ ട്യൂമർ. നമ്മൾ പൊതുവെ കേട്ടില്ല ബ്രെയിനിലൊരു ട്യൂമർ ഉണ്ട്. അത് ഈ സെൽസിൻ്റെ അൺകൺട്രോൾഡ് ഗ്രോത്താണ്. സെറ്റാണ്. ഇപ്പോൾ ക്യാൻസർ സെൽസിന് എന്തില്ലടാ? കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന പ്രോപ്പർട്ടി ഇല്ല എന്ന് മനസ്സിലായി. സാധാരണ സെല്ലുകളും ക്യാൻസർ സെല്ലുകളും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസിയേഷനാണ് നിങ്ങളിപ്പോൾ ഈ പഠിച്ചത്. എന്താണ്? ദ നോർമൽ സെൽസ് എക്സിബിറ്റ് എ പ്രോപ്പർട്ടി ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ whereas cancerous cell does not exhibit the property of contact inhibition. സെറ്റല്ലേ? സെറ്റ്. അപ്പോൾ ഈ ട്യൂമറുകളുടെ ടൈപ്പ് നമുക്ക് നോക്കാം. ട്യൂമേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 types based on their behavior. ബെനിങ് ട്യൂമർ എന്നും അതുപോലെ മാലിഗ്നൻ ട്യൂമർ. ഓക്കെ, ബെനിങ് ട്യൂമർ എന്നും മാലിഗ്നൻ ട്യൂമർ എന്ന രീതിയിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ബെനിങ് ട്യൂമർ എന്ന് പറഞ്ഞാൽ റിമെയിൻ കൺഫൈൻഡ് ടു ഒറിജിനൽ ലൊക്കേഷൻ. എവിടെയാണോ ട്യൂമർ ഉണ്ടാകുന്നത് അവിടെ മാത്രമായിട്ട് ലോക്കലൈസ് ചെയ്ത് കാണുന്നതാണ് ബെനിൻ ട്യൂമേഴ്സ്. അത്ര പ്രശ്നക്കാരനല്ല. അപ്പോൾ എവിടെയാണോ ട്യൂമർ ഉണ്ടാവുന്നത് ആ പ്രദേശത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് സ്പ്രെഡ് ചെയ്യില്ല. മാലിഗ്നൻ ട്യൂമറാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഭയങ്കര അപകടകാരിയാണ്. ശരിയല്ലേ? പാൻക്രിയാസിൽ ഉണ്ടായതാണ്, പക്ഷേ സ്പ്രെഡ് ചെയ്ത് ലിവറിലോട്ടൊക്കെ എത്തി നമ്മൾ പറയുന്നില്ല. ആ മാലിഗ്നൻ ട്യൂമേഴ്സ് ആണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യും. മറ്റേത് പാൻക്രിയാസിൽ ഉണ്ടാകുന്ന ട്യൂമർ അവിടെ ഇരിക്കും. ബെനിങ് ട്യൂമർ ആണെങ്കിൽ പാൻക്രിയാസിൽ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കുള്ളൂ, പിന്നെ അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, അവിടെ തന്നെ കാണും, അത്രേ ഉള്ളൂ. സെറ്റാണോ? സെറ്റ്. അപ്പോൾ ബെനിങ് ട്യൂമർ ഡു നോട്ട് സ്പ്രെഡ്, മാലിഗ്നൻ ട്യൂമർ സ്പ്രെഡ് അഗ്രസീവ്ലി.
അതുകൊണ്ട് തന്നെ ബെനിങ് ട്യൂമർ അധികം സ്പ്രെഡ് ചെയ്ത് പോകാത്തതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് ഏരിയയിൽ മാത്രമാണ് ഡാമേജ് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടിയും ഉണ്ടാവുക. പക്ഷേ മാലിഗ്നൻറ്റ് ട്യൂമറിൻ്റെ കാര്യത്തിലോ അങ്ങനെയല്ലല്ലോ. കാരണം ഇവൻ മറ്റിടങ്ങളിലേക്കും പടരുന്നത് കാരണം മറ്റു പ്രദേശങ്ങളെ ഒക്കെയും ഇവൻ എന്തിലാക്കും, അപകടത്തിലാക്കും, ഡേഞ്ചറസ് സിറ്റുവേഷനിൽ കൊണ്ടുപോകും. അപ്പോൾ ഡാമേജ് താരതമ്യേന കൂടുതൽ ചെയ്യാൻ സാധ്യതയുള്ളത് മാലിഗ്നൻറ്റ് ട്യൂമറാണോ ബെനിങ് ട്യൂമറാണോ എന്ന് ചോദിച്ചാൽ ആരാണ്? മാലിഗ്നൻറ്റ് ട്യൂമറാണ്. ബെനിങ് ട്യൂമറിൽ നോർമൽ സെൽസ് ആണ് കാണുന്നതെങ്കിൽ മാലിഗ്നൻറ്റ് ട്യൂമറിൻ്റെ കാര്യത്തിൽ നിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ട്യൂമർ സെൽസ് ആണ് കാണുക. മെറ്റാസ്റ്റാസിസ് ആബ്സെൻ്റ് ആണ്. മാലിഗ്നൻറ്റ് ട്യൂമറിൽ മെറ്റാസ്റ്റാസിസ് പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ ഇപ്പോഴത്തെ ആൾ ഗ്രോത്ത് റേറ്റ് ഒക്കെ ഭയങ്കര ബെനിങ് ട്യൂമറിൻ്റെ കാര്യത്തിൽ സ്ലോ ലിമിറ്റഡ് ഗ്രോത്ത് റേറ്റ് ആണെങ്കിൽ മാലിഗ്നൻറ്റ് ട്യൂമറിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻവേസീവ് ആയിട്ടുള്ളൊരു ഗ്രോത്തും കാണാൻ പറ്റും. യെസ്, ഇപ്പം ഞാനിവിടെ മെറ്റാസ്റ്റാസിസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ. It's the property of a malignant tumor cells to slow off, travel through blood, lodge in distant body parts and start new tumors there. അതാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുക. ആൻഡ് ദിസ് ഈസ് ദി മോസ്റ്റ് ഫിയർഡ് പ്രോപ്പർട്ടി ഓഫ് എ മാലിഗ്നൻറ്റ് ട്യൂമർ. ബ്ലഡിലൂടെ കടന്നുപോയി മറ്റ് പ്രദേശങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്യപ്പെട്ട് അവിടെ ഒക്കെ ഈ ട്യൂമർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഈ മെറ്റാസ്റ്റാസിസ് എന്ന രീതിയിൽ വിശേഷിപ്പിച്ചത്. മാലിഗ്നൻറ്റ് ട്യൂമറിൻ്റെ ഒരു പ്രോപ്പർട്ടിയായിട്ട് വിശേഷിപ്പിച്ചത്. ഇതാണ് ട്യൂമറിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. ക്യാൻസറിൻ്റെ കാരണക്കാരെന്തൊക്കെയാണ്? കോസസ് ഓഫ് ക്യാൻസർ. ക്യാൻസർ കോസ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കാർസിനോജൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. ഡയോക്സിൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എലമെൻ്റൊക്കെ ഒരു കാർസിനോജനാണ്, ക്യാൻസർ ഉണ്ടാകുന്ന കാരണക്കാരി. ഏജൻറ്റ്സ് ദാറ്റ് ഇൻഡ്യൂസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് നോർമൽ സെൽസ് ഇൻ ടു ക്യാൻസറസ് സെൽസ്. ക്യാൻസറസ് സെല്ലുകൾ എന്ന രീതിയിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിയോപ്ലാസ്റ്റിക് സെൽ. Neo പുതിയ പ്ലാസ്റ്റിക് മീൻസ് ക്യാൻസറസ്. നിയോപ്ലാസ്റ്റിക് സെൽസ് ആർ കോൾഡ് കാർസിനോജൻസ് ആൻഡ് ദെയർ ഓഫ് 3 types. ഒന്ന് ഫിസിക്കൽ കാർസിനോജൻസ് ഉണ്ട്. അയോണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് എക്സ്റേ, ഗാമ റേസ് ഇങ്ങനെയുള്ളതൊക്കെ DNA ഡാമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് സെൽസിന് മാറ്റം കൊണ്ടുവരും. അത് ഫിസിക്കൽ കാർസിനോജൻ എന്ന് വിളിക്കാം. നോൺ അയണൈസിങ് ആയിട്ടുള്ള റേഡിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ UV റേഡിയേഷൻസ് ഉണ്ട്. അത് നോൺ അയണൈസിങ് ആണ്. നമ്മുടെ ബോഡി അയണൈസ് ചെയ്യുന്ന റേഡിയേഷൻ ഒന്നുമല്ല UV റേഡിയേഷൻ. പക്ഷേ അതും എന്ത് ചെയ്യാം, DNA ഡാമേജിന് കാരണമാവും UV റേഡിയേഷൻസൊക്കെ. അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ നമ്മൾ ആരെയും റേഡിയേഷൻ സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും അറിഞ്ഞുകൊണ്ട് ആരും നിർത്താത്തതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. ഓക്കെ, ഫിസിക്കൽ കാർസിനോജൻസ്. പിന്നെ കെമിക്കൽ കാർസിനോജൻസ് ഉണ്ട്. കെമിക്കൽസാണ് ടൊബാക്കോ, സ്മോക്കിലുള്ളത്, അല്ലാണ്ടല്ല നമ്മൾ പറഞ്ഞ ഡയോക്സിൻ പോലുള്ള സംഗതികൾ, ഇതെല്ലാം കെമിക്കൽ കാർസിനോജൻസ് ആണ്. പിന്നെ ഉള്ളത് ബയോളജിക്കൽ കാർസിനോജൻസ് ആണ്. അല്ലെങ്കിൽ അതിനെ ഓങ്കോജനിക് വൈറസസ് എന്ന് പറയാം. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഉണ്ട്. ബയോളജിക്കൽ കാർസിനോജൻസും ഉണ്ട്. ക്യാൻസർ കോസിങ് വൈറസസ് കോൾഡ് ഓങ്കോജനിക് വൈറസ്. ഇങ്ങനത്തെ വൈറസ് ഉണ്ട്. ഓങ്കോളജി എന്ന ശാഖ, ക്യാൻസറുമായി ബന്ധപ്പെട്ട പഠനശാഖയെ വിളിക്കുന്ന പേരാണ് ഓങ്കോളജി. ഓങ്കോളജി ഇസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ക്യാൻസർ. ഓങ്കോളജി. അപ്പോൾ ഓങ്കോജനിക് വൈറസ് എന്ന് പറഞ്ഞാലോ, ഓങ്കോജനിക് ക്യാൻസർ ജനിപ്പിക്കാൻ കാരണമാകുന്ന വൈറസുകൾ, അങ്ങനത്തെ ബയോളജിക്കൽ ഏജൻസ് ഉണ്ട്. ഓക്കെ, ദേ കണ്ടെയ്ൻ ജീൻസ് കോൾഡ് വൈറൽ ഓങ്കോജൻസ്. വൈറൽ ഓങ്കോജൻസ് എന്ന ജീനുകൾ അടങ്ങുന്ന വൈറസുകളാണ്. വൈറൽ ഓങ്കോജൻസ് എന്ന ജീനുകൾ അടങ്ങുന്ന വൈറസുകൾ. അത്രയും ചോദിക്കാൻ സാധ്യതയില്ല. സെവറൽ ജീൻസ് കോൾഡ് സെല്ലുലാർ ഓങ്കോജൻസ് (CONC) ഓർ പ്രോട്ടോ ഓങ്കോജൻസ് ആർ പ്രസൻറ്റ് ഇൻ നോർമൽ സെൽസ്. ഈ സെല്ലുലാർ ഓങ്കോജൻസ് അതുപോലെ പ്രോട്ടോ ഓങ്കോജൻസ് എന്ന് പറയുന്നതൊക്കെ സാധാരണ സെല്ലുകളിൽ ഇത്തരത്തിലുള്ള ജീനുകൾ പ്രസൻ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ എക്സൈറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നാൽ എന്തായിട്ട് മാറും? വെൻ ആക്ടിവേറ്റഡ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. യെസ്, അവരെ എക്സൈറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നതാണ്. വെൻ ആക്ടിവേറ്റഡ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് പ്രോട്ടോ ഓങ്കോജൻസ് ക്യാൻ ലീഡ് ടു ഓങ്കോജനിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൽ. സെല്ലുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? സെല്ലുകളെ ഓങ്കോജനിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. സാധാരണ സെല്ലുകളിൽ പോലും ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഇതാണ്. നമ്മൾ പറഞ്ഞ പോലെ ഈ ജനറ്റിക് ആയിട്ടൊക്കെ വരാം. ഒരു പക്ഷേ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകൾ പാരൻസിൽ നിന്ന് കുട്ടികളിലേക്കൊക്കെ വരുമ്പോൾ ഈ പറയുന്ന പോലെ പ്രോട്ടോ ഓങ്കോജനിക് ആയിട്ടുള്ള സെല്ലുകളൊക്കെ ഉള്ള ആണെങ്കിൽ അവർക്ക് പ്രഥമ ദൃഷ്ടിയാ ക്യാൻസർ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ചില സിറ്റുവേഷൻസിന് അവിടെ നേരിടേണ്ടി വരുമ്പോൾ ചില റേഡിയേഷൻസ് അഫക്റ്റ് ചെയ്യപ്പെടുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ ഈ പ്രോട്ടോ ഓങ്കോജൻസിന് എന്തായിട്ട് മാറാം? ഓങ്കോജനിക് ട്രാൻസ്ഫോർമേഷൻ നടത്തി എന്താ പറയുക, ക്യാൻസറസ് ആയിട്ടുള്ള നിയോപ്ലാസ്റ്റിക് സെല്ലുകളായിട്ട് മാറാനുള്ള പോസിബിലിറ്റിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ ഫിസിക്കൽ റേഡിയേഷൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. എക്സ്റേ, ഗാമ റേ, UV അങ്ങനത്തെ സംഗതികൾ. കെമിക്കൽ പറഞ്ഞു. ബയോളജിക്കലും സൂചിപ്പിച്ചിട്ടുണ്ട്. ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ്. എങ്ങനെ കണ്ടെത്തി, എങ്ങനെ പരിശോധിക്കാം? Early detection is essential as it allows successful treatment in many cases, and various methods used are: ഒന്ന്, ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസ്. നമ്മൾ ബയോപ്സി എന്ന് പറയും. സെല്ലിൻ്റെ ഒരു ഭാഗം എടുത്ത് പരിശോധിക്കുകയാണ് ക്യാൻസർ ഉണ്ടോ, ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഏർലി ഡിറ്റൻഷൻ വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ബയോപ്സി എങ്ങനെയാണെന്ന് നോക്കാം. എ പീസ് ഓഫ് സസ്പെക്റ്റഡ് ടിഷ്യൂ ഈസ് കട്ട് ഇൻ ടു തിൻ സെക്ഷൻസ്, സ്ട്രെയിൻഡ് ആൻഡ് എക്സാമിൻ അണ്ടർ മൈക്രോസ്കോപ്പ്. എനിക്ക് ക്യാൻസർ ഉണ്ടോ
എന്ന് തോന്നിയാൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എൻകൗണ്ടർ ചെയ്യപ്പെടുന്ന പരിപാടി തന്നെയായിരിക്കും എന്താ, ബയോപ്സിക്ക് വിധേയരാകും. ഒരു ബയോപ്സി ചെയ്ത് നോക്കാം. ഡോക്ടറിന് ചിലപ്പോൾ സംശയം തോന്നാം, മറ്റെന്തെങ്കിലും രോഗാവസ്ഥയായിട്ട് നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സിന് സംശയം തോന്നാം, ഇറ്റ് മൈറ്റ് ബി എ ക്യാൻസർ. അപ്പോൾ ഏർലി ഡിറ്റൻഷനാണ്, സംശയമേ ഉള്ളൂ, ഉറപ്പായിട്ട് അത് ഏർലി ആണല്ലോ, ഏർലി സ്റ്റേജസ് ആണ്. ഡോക്ടർ എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ടിഷ്യൂവിൽ നിന്ന് ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് ബയോപ്സിക്ക് അയക്കും എന്ന് പറയും. ബയോപ്സി റിസൾട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ട് ബാക്കി കാര്യം തീരുമാനിക്കും. അപ്പോൾ എന്താ ബയോപ്സി? അപ്പോൾ അത് മനസ്സിലാക്കുക, നമ്മുടെ ഒരു ടിഷ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളെടുത്ത് കൊണ്ടുപോയി മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിക്കുന്ന പരിപാടിയാണ് നമ്മൾ ബയോപ്സി എന്ന രീതിയിൽ വിശേഷിപ്പിക്കുക. ഒരു പാത്തോളജിസ്റ്റാണ് ഈ ഒരു ഹിസ്റ്റോ പാത്തോളജിക്കൽ എക്സാമിനേഷൻ, ബയോപ്സിയുടെ സയൻറ്റിഫിക് നെയിമാണ് ഹിസ്റ്റോ പാത്തോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു പാത്തോളജിസ്റ്റ് അത് പെർഫോം ചെയ്യും, വേണ്ട സ്റ്റെയിനിങ് ഏജൻ്റൊക്കെ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്ത് ക്യാൻസർ സെൽസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്ന സിറ്റുവേഷൻ. ബ്ലഡ് ആൻഡ് ബോൺ മാരോ ടെസ്റ്റ് ആർ ഡൺ ഫോർ ഇൻക്രീസ്ഡ് സെൽ കൗണ്ട്സ് ഇൻ ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസറാണ്. ബ്ലഡ് ക്യാൻസർ വരുന്ന സിറ്റുവേഷനിൽ ബ്ലഡും അതുപോലെ ബോൺ മാരോ ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്തിട്ടാണ് സെൽ കൗണ്ടുകളിൽ വർധനമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നത്. ഇമേജിംഗ് ടെക്നിക്കുകൾ, ഒന്ന് റേഡിയോഗ്രാഫാണ്, യൂസ്ഡ് ടു ഡിറ്റക്ട് ക്യാൻസർ ഓഫ് ദി ഇൻറ്റേർണൽ ഓർഗൻസ്. ഇൻറ്റേർണൽ ഓർഗനുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂമറുകളോ ഔട്ട് ഗ്രോത്തുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി റേഡിയോഗ്രാഫ് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. എക്സ്റേ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഗ്രോത്തുകളുണ്ടോ എന്ന് പരിശോധിക്കാം. പിന്നുള്ളത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി, CT സ്കാനുകൾ ചെയ്യാറുണ്ട്. യൂസസ് എക്സ്റേസ് ടു ജനറേറ്റ് എ 3-dimensional ഇമേജ് ഓഫ് ദി ഇൻറ്റേർണൽ ഓർഗൻ. ഇൻറ്റേർണൽ ഓർഗൻ്റെ ഒരു 3D ഇമേജ് ഡെവലപ്പ് ചെയ്ത് സാധാരണ പ്ലെയിൻ 2D എക്സ്റേക്ക് തരാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ കവറേജിൽ അനാലിസിസ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം. പിന്നെ MRI ഉണ്ട്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മാഗ്നറ്റിക് ഫീൽഡും നോൺ അയണൈസിങ് റേഡിയേഷൻസിനും വിധേയമാക്കും നമ്മുടെ പേഷ്യൻറ്റിനെ. അത് പാത്തോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പിന്നെ സഹായിക്കുകയും ചെയ്ത് കുറച്ചുകൂടി അക്യുറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡുകളിൽ ഒന്നാണ് ഒരു MRI സ്കാൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. MRI കുറച്ചുകൂടിയൊക്കെ അക്യുറേറ്റ് ആണ്, 3D തന്നെയാണ്. നമ്മുടെ ഫുൾ ബോഡിയെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ കടത്തി വിട്ടിട്ട് അതിനോട് സെൽസ് റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങളും മറ്റ് പരിശോധിക്കുക ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മോളിക്കുലാർ ആൻഡ് ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്സ്. ആൻറ്റിബോഡീസ് അഗെയിൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജൻസ് ആർ യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് സർട്ടൻ ക്യാൻസർ. നമ്മുടെ ബോഡിക്കകത്ത് ചില സ്പെസിഫിക് ക്യാൻസർ ആൻറ്റിജൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടോ ബ്ലഡിൽ നോക്കും. അതൊരു സാധ്യതയല്ലേ, നമ്മുടെ ബോഡിക്കകത്ത് ആവശ്യമില്ലാത്ത കുറച്ച് ആൻറ്റിബോഡീസ് പ്രസൻറ്റ് ആവുന്നുണ്ടെന്ന് പറയാം. ആൻറ്റിബോഡി പ്രസൻറ്റ് ആവണമെങ്കിൽ എൻ്റെ ബോഡിക്കുള്ളിൽ എൻ്റെ ബ്ലഡിൽ ആൻറ്റിബോഡീസ് പ്രസൻറ്റ് ആവണമെങ്കിൽ അത് എന്തെങ്കിലും ഒരു ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആൻറ്റിബോഡി പ്രസൻറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ആൻറ്റിബോഡി ഡെവലപ്പ് ആവുന്നത്. എന്തോ ഒരു പാത്തോജൻ കടന്നു അതിനെ നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ ബോഡി തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഒരു പാത്തോജൻ കടന്നു വന്നാലേ ഈ ആൻറ്റിബോഡി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി എൻ്റെ ബോഡിയിൽ ഉണ്ടാവും എന്ന് പറയാൻ അർത്ഥം എന്താ, ക്യാൻസർ കയറിയിട്ടുണ്ട്. ടെക്നിക്സ് ഫോർ മോളിക്കുലാർ ബയോളജി ഡിറ്റക്ട് ജീൻസ് ഇൻ ഇൻഡിവിജ്വൽസ് വിത്ത് ഇൻഹെറിറ്റഡ് സസെപ്റ്റബിലിറ്റി ടു സർട്ടൻ ക്യാൻസേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള സാധ്യത ഉണ്ടല്ലോ, പാരൻസിൻ്റെ ക്യാൻസറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ബൈ ബർത്ത് അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ ക്യാരിയിങ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മദർ ക്യാൻസറസ് ആയിരുന്ന സിറ്റുവേഷനുള്ള കണ്ടീഷൻസ് ഒക്കെ പോലുള്ള സാഹചര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ബയോളജിക്കൽ ജീൻസ് മോളിക്കുലാർ ജീനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ഒരു മോളിക്കുലാർ ബയോളജി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. Individuals with the susceptibility genes can be advised to avoid specific carcinogens like tobacco smoking പോലുള്ള പരിപാടികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പറയുകയും ചെയ്യാമെന്നുള്ളതാണ്. എങ്ങനെ, ഇത്തരത്തിലുള്ള സസെപ്റ്റിബിലിറ്റി ഉള്ള ആൾക്കാരിൽ, കാരണം സാധ്യത കൂടുതലാണ്, സാധാരണ ഉള്ളവരെക്കാൾ കൂടുതൽ സാധ്യത ഉണ്ട് അവർക്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടെക്നിക്കുകൾ നമ്മുടെ ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ളത് ബയോപ്സി, റേഡിയോഗ്രാഫ്, CT സ്കാൻ, MRI, ആൻറ്റിബോഡി ടെസ്റ്റ്, അതുപോലെ മോളിക്കുലാർ ബയോളജി ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിക്കും. ഇനിയുള്ളത് എന്താ, ട്രീറ്റ്മെൻ്റ് ആണല്ലോ. പരിശോധിച്ചു കണ്ടെത്തി ക്യാൻസർ ഉണ്ടെന്ന് കരുതുക എങ്കിൽ നമ്മളിനി എന്ത് ചെയ്യണം, നമ്മളിനി ക്യാൻസറിനെ നശിപ്പിക്കാനുള്ള സാധ്യതകളെ പരിശോധിക്കേണ്ടതുണ്ട്. ട്രീറ്റ്മെൻറ്റ്. മോസ്റ്റ് ക്യാൻസേഴ്സ് ആർ ട്രീറ്റഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് സർജറി, റേഡിയോതെറാപ്പി ആൻഡ് കീമോതെറാപ്പി. പലരും നിങ്ങൾ കേട്ടിട്ടുള്ള വളരെ കോമൺ ആയിട്ട് കേട്ടിരിക്കുന്ന ഒരു ടേമായിരിക്കും ഈ കീമോതെറാപ്പി എന്നൊക്കെ പറയുന്നത്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് റേഡിയേഷൻ കൊടുക്കുന്ന പരിപാടിയാണ് കീമോതെറാപ്പി എന്നാണ്. അല്ല മക്കളെ, കീമോ എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് കെമിക്കൽ ആണല്ലോ, കെമിക്കൽ. മറ്റത് ഇവിടെ കിടപ്പുണ്ട്, റേഡിയോതെറാപ്പി. റേഡിയേഷൻ കൊടുക്കുന്ന പരിപാടി റേഡിയോതെറാപ്പിയാണ്. ചിലതിൽ നമുക്ക് ട്യൂമർ റിമൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും, അതിന് നമ്മൾ സർജറി ചെയ്യും. ഓക്കെ, ഇപ്പോൾ സർജറി മിക്കവാറുമുള്ള ക്യാൻസറസ് സിറ്റുവേഷൻസിനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലായിരിക്കുന്നതാണ്. ചിലപ്പോൾ സർജറി, അതിനോടൊപ്പം റേഡിയോതെറാപ്പി, അതിനോടൊപ്പം കീമോതെറാപ്പി പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുക. സർജിക്കൽ റിമൂവൽ ഓഫ് ട്യൂമേഴ്സ്, അല്ല ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചാണ്, ട്യൂമർ മാസുകൾ, ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ട്യൂമർ ഔട്ട് ഗ്രോത്തുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഔട്ട് ഗ്രോത്ത് ശരിക്കും ഇത് സർജറിയിലേക്ക് പോണത്
ഈ ഔട്ട് ഗ്രോത്ത് ഏതെങ്കിലും വിധത്തിൽ മറ്റ് ഓർഗൻസിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, റിമൂവ്. അത് ഏതൊരു ഡോക്ടറോടെങ്കിലും ചോദിച്ചാലും അറിയാം. സർജറി, പ്രത്യേകിച്ച് ഇൻറ്റേർണലി ഉള്ള എന്തെങ്കിലും ഗ്രോത്ത്, നമ്മുടെ ബോഡിക്കകത്ത് ആവശ്യമില്ലാത്ത ഗ്രോത്തുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് ഉള്ളിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എല്ലാ ഗ്രോത്തിനെയും നമ്മൾ ട്രീറ്റ് ചെയ്ത് കളയത്തൊന്നുമില്ല. എങ്ങാനും ഈ ഗ്രോത്ത് മറ്റേതെങ്കിലും ഓർഗൻ്റെ പ്രവർത്തനത്തെയോ നമ്മുടെ വെൽബീയിങ്ങിനോ അപകടമാകുന്ന സാധ്യത. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അപ്പൻഡിക്സ് എന്ന് പറഞ്ഞൊരു സാധനം കിടപ്പുണ്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗത്തായിട്ട്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ഗുണവും ഇല്ല, ദോഷവും ഇല്ല. അങ്ങനെ ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ട് പ്രത്യേക പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. നമ്മളെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ വെറുതെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ അപ്പൻഡിക്സ് ചിലർക്ക് അപകടകരമായ രീതിയിൽ വളരും, അവിടെ ഓപ്പറേറ്റ് ചെയ്ത് കളയണം. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഏതൊരു സർജറിയും പെർഫോം ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് കേട്ടോ. ആ ഒരു സർജിക്കൽ പ്രോസസ്സ് അവിടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പർട്ടിക്കുലർ ഓർഗനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർഗനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെൽബീയിങ്ങിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സിറ്റുവേഷൻ ഭാവിയിൽ വരാം എന്ന് തോന്നിയാൽ മാത്രമേ ഉള്ളൂ ഇത് റിമൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ. അല്ലാത്ത പക്ഷേ ഒരു സർജറി അങ്ങ് അവോയ്ഡ് ചെയ്യാൻ നോക്കുകയുള്ളൂ എല്ലാവരും. പിന്നെ അത് റേഡിയോതെറാപ്പിയാണ്, റേഡിയേഷൻ തെറാപ്പി. ട്യൂമർ സെൽസ് ആർ ഇറേഡിയേറ്റഡ് ലീത്തലി യൂസിങ് ഹൈ എനർജി റേഡിയേഷൻ. ഉയർന്ന ഊർജ്ജത്തിലുള്ള റേഡിയേഷനുകളെ കൊടുത്ത് കരിപ്പിച്ച് കളയും ക്യാൻസർ സെല്ലുകളെ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ള വെച്ച് കഴിഞ്ഞാൽ റേഡിയോതെറാപ്പി ഭയങ്കര പ്രിസൈസാണ്. കൃത്യമായിട്ട് നശിപ്പിച്ച് കളയേണ്ട ക്യാൻസർ സെല്ലിൽ മാത്രം റേഡിയേഷൻ എത്തുള്ളൂ. കാരണം ഈ റേഡിയേഷൻ സെല്ലുകളെ നശിപ്പിക്കാൻ കൊടുക്കുന്നതാണ്. ആ റേഡിയേഷൻ ക്യാൻസർ സെല്ലുകളെ മാത്രമേ നശിപ്പിക്കുള്ളൂ എന്ന നിർദ്ദേശം പാലിച്ചുകൊണ്ടൊന്നും അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ഏത് സെല്ലിൽ ചെന്ന് അടിച്ചാലും അത് കരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചുറ്റുമുള്ള സെല്ലുകൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് റേഡിയോ തെറാപ്പി ചെയ്യേണ്ടതെന്നുള്ളതാണ്. കെയർ ഈസ് ടേക്കൻ ടു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ് നോർമൽ ടിഷ്യൂസ്. അല്ലേ, സാധാരണ മറ്റ് ടിഷ്യൂസിന് ഡാമേജ് ഉണ്ടാവരുത്. പിന്നെ ഉള്ളത് കീമോതെറാപ്പിയാണ്. പൊതുവേ കീമോതെറാപ്പി വലിയ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് എല്ലാവരും കാണുന്നത്. കാരണം നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിൽ കൂടുതൽ കെമിക്കൽസ് നമ്മുടെ ബോഡിക്കകത്തേക്ക് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ ബോഡിയിലെ പല മറ്റ് സെല്ലുകളെയും ഈ കെമിക്കൽസ് ബാധിക്കും. അതിനനുസരിച്ച് നമ്മൾ വീക്കാവും, ബോഡിയിൽ പെയിൻ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ഷൻ മുഖാന്തരം കടത്തി വിടുന്ന സിറ്റുവേഷനെയാണ്, കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ കടത്തി വിട്ട് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കീമോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരുപാട് സെല്ലുകൾക്ക് നാശം ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ ഹെയറിൻ്റെയൊക്കെ സെല്ലുകളെയൊക്കെ അത് ഡെഫിനറ്റ്ലി ബാധിക്കുകയും മിക്കവാറും പേർക്കും ഹെയറിൻ്റെ എല്ലാം ഹെയർ ഫോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനൊക്കെ അതാ. പലരും നിങ്ങൾ ഈ ചിത്രത്തിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ഹെയർ ഗ്രോത്തിനെ ബാധിച്ചിട്ടുണ്ട്. അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഹെഡ് കവേർഡാണ്. പക്ഷേ ഹെയർ ഗ്രോത്തിനെ ബാധിക്കുമ്പോൾ വേറെ ഒരു കുഴപ്പമുണ്ട്. അവരുടെ കംപ്ലീറ്റ് തലമുടി മാത്രമല്ല പോവുക കേട്ടോ. ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹെയറിനെയും ബാധിക്കും. അത് കയ്യിലും കാലിലും ഒക്കെ ഹെയർ ഉണ്ടെങ്കിൽ അത് പോവും. നമ്മുടെ മുഖത്ത് മീശയോ താടിയോ ഉണ്ടെങ്കിൽ അത് പോവും. പുരികം നഷ്ടപ്പെടാം. ഇങ്ങനെ ഇതെല്ലാം പോകും കേട്ടോ. ഹെയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അല്ലാതെ ഒരു തലമുടി മാത്രം നഷ്ടപ്പെടുന്ന സിറ്റുവേഷനൊന്നും അല്ല. അപ്പോൾ അത് ഇതിനകത്ത് കള്ളം പറയുന്ന ആൾക്കാർ തിരിച്ചറിയാനുള്ളൊരു സാധ്യതയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ സം ഡ്രഗ്സ് ആർ സ്പെസിഫിക് ടു പെർട്ടിക്കുലർ ടൈപ്സ് ഓഫ് ട്യൂമേഴ്സ്. കോമൺ സൈഡ് എഫക്ട്സ് ഹെയർ ലോസ്, അനീമിയ പോലുള്ള സിറ്റുവേഷൻസ് ആണ്. വിളർച്ചയൊക്കെ വന്ന് വളരെയധികം ക്ഷീണിതരാകും, ഭയങ്കരമായിട്ട് നമ്മൾ വീക്കാവും, ബോഡി ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വീക്കായി പോകും. പിന്നെ നമുക്ക് ആ ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. ട്യൂമർ സെൽസ് ക്യാൻ ഇവേഡ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ബൈ ദി ഇമ്മ്യൂൺ സിസ്റ്റം. ചെറിയ ട്യൂമർ സെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ചില പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മ്യൂണോതെറാപ്പി ചെയ്തിട്ട് ക്യാൻസർ സെൽസ് നശിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്താൻ പറ്റും. നമ്മുടെ തന്നെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്ന സിറ്റുവേഷൻ വരുന്നത്. പേഷ്യൻസ് ആർ ഗിവൻ സബ്സ്റ്റൻസസ് കോൾഡ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്. എക്സാമ്പിൾ ആൽഫ ഇന്റർഫെറോൺ which activate the immune system and help destroy tumor cells. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രബലമാക്കാനുള്ള സബ്സ്റ്റൻസുകൾ മോഡിഫയേഴ്സ് എന്ന് പറയും. അതിന് നമ്മുടെ ബോഡിക്കകത്തേക്ക് കടത്തിവിടാൻ ഉദാഹരണമാണ് ഇന്റർഫെറോൺ എന്ന് പറയുന്നത്. ആൽഫ ഇന്റർഫെറോൺ എന്ന് പറയുന്ന ഏജൻറ്റ്. അവ നമ്മുടെ ബോഡിക്കകത്തേക്ക് കടത്തി വിട്ടുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ഇമ്മ്യൂൺ സിസ്റ്റം ഉപയോഗിച്ച് ട്യൂമർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് ഇമ്മ്യൂണോതെറാപ്പി. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പിയും ക്യാൻസറിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഒരു രീതി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒന്ന് സർജറി ഉണ്ട്, നമ്മൾ പറഞ്ഞു, റേഡിയോതെറാപ്പി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. എല്ലാവരും എന്താണെന്ന് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഒന്ന് ഒറ്റ നോട്ടത്തിൽ നിന്ന് പരിശോധിക്കുകയാണ്. വാട്ട് ഇസ് ഓങ്കോളജി? ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഡീലിംഗ് വിത്ത് ക്യാൻസർ. സെറ്റ്. രണ്ട്, എന്താ കാർസിനോജൻ? ഏജൻറ്റ് ദാറ്റ് ഇൻഡ്യൂസസ് ക്യാൻസർ. ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏജൻറ്റുകളെ വിളിക്കുന്ന പേരാണ് കാർസിനോജൻ. എന്താണ് ട്യൂമർ അല്ലെങ്കിൽ നിയോപ്ലാസം? അബ്നോർമൽ മാസ് ഓഫ് പ്രൊലിഫറേറ്റിംഗ് സെല്ലുകൾ, അല്ലെ, വളർന്നുകൊണ്ടിരിക്കുന്ന സെല്ലുകളുടെ ഒരു ഗ്രൂപ്പിംഗ് കാരണമുള്ള ഒരു ഔട്ട് ഗ്രോത്ത് നമ്മുടെ ബോഡിക്കുള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് നമ്മളൊരു ട്യൂമർ എന്നോ നിയോപ്ലാസം എന്നോ വിശേഷിപ്പിക്കുന്നത്.
ഓങ്കോജനിക് വൈറസ്. എന്താണ് ഓങ്കോജനിക് വൈറസ്? ബയോളജിക്കൽ കാർസിനോജൻസ് ആണ് അല്ലേ ഓങ്കോജനിക് വൈറസുകൾ. അതായത് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില വൈറസുകളുണ്ട്. അതിനാണ് ഓങ്കോജനിക് ക്യാൻസർ എന്ന് വിളിക്കുക. പിന്നെ എന്താ പ്രോട്ടോ ഓങ്കോജീൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സെല്ലുകളിൽ തന്നെ ഉള്ളൊരു ജീനാണ് പ്രോട്ടോ ഓങ്കോജീൻ എന്ന് പറയുന്നത്. ചില സിറ്റുവേഷൻസിന് വിധേയമാകുമ്പോൾ ഈ സെല്ലുകൾ ക്യാൻസറസ് ആയിട്ട് മാറുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ആൽഫ ഇൻ്റർഫെറോൺ നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ആൽഫ ഇൻ്റർഫെറോൺ ഈസ് എ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ യൂസ്ഡ് ഇൻ ഇമ്മ്യൂണോതെറാപ്പി ഓഫ് ക്യാൻസർ. ക്യാൻസറിൻ്റെ ഇമ്മ്യൂണോതെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ഒരു ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ ആണ് ആൽഫ ഇൻ്റർഫെറോൺ. ഇത് ഭയങ്കര അടിപൊളി ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് ഈസ് എൻ ആൽഫ ഇൻ്റർഫെറോൺ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയർ എന്ന് എഴുതാൻ പറ്റണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ നൈസ് ആയിട്ടുള്ളൊരു സംഗതിയാണത്. ഓക്കെ, ഇനി വേൾഡ് ക്യാൻസർ ഡേ എന്നാണ് ഫെബ്രുവരി 4-ാം തീയതിയാണ്. ദ വേൾഡ് ക്യാൻസർ ഡേ ഈസ് ആൻ ഇൻ്റർനാഷണൽ അവയർനെസ് ഡേ ഒബ്സർവ്ഡ് ആനുവലി ഓൺ February 4th, led by the Union of International Cancer Control UICC. The day aims to save millions of preventable deaths each year by raising awareness and education about cancer and pressing governments and individuals across the world to take action. അല്ലേ? അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മുടെ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് പറയുന്ന ഒരു എന്താ പറയുക യൂണിയൻ ഫോർ ഇൻ്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ എന്ന് പറയുന്ന ഒരു യൂണിയൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതാണ് വേൾഡ് ക്യാൻസർ ഡേ. ഇതൊരു അവയർനെസ് പ്രോഗ്രാമാണ്. പലരും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ന്യൂസ് അറിയുമ്പോൾ തന്നെ മരണപ്പെടുന്നു അല്ലേ? അതായത് വിർച്വലി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആളുടെ ഡിറ്റക്ഷൻ ആണെങ്കിൽ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന രോഗം തന്നെയാണ് മറ്റു രോഗങ്ങളെ പോലെ എന്നത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് പലരും. അതുകൊണ്ട് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ആത്മഹത്യ പോലും ചെയ്യുന്ന സിറ്റുവേഷൻസ് പോലും പറയാറുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യരുത്, അബദ്ധങ്ങളൊന്നും കാട്ടരുത് എന്ന ബോധ്യമൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. 2023-24 വരെയുള്ള തീം ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നായിരുന്നു. ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. 2025-27 വരെയുള്ള തീം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ദ കെയർ വി ഡിസേർവ്. ക്യാൻസർ ദ കെയർ വി ഡിസേർവ് ആണ് അതിൻ്റെ തീം എന്ന് തീമുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നതാണ് നല്ലതാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ക്യാൻസർ കെയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ഇനീഷ്യേറ്റീവ്സ് നോക്കാം. കണ്ടോ? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം സംസ്ഥാനതല ഉദ്ഘാടനം 2025 February 4-ന് കണ്ടോ? ക്യാൻസർ ഡേയുമായി ബന്ധപ്പെട്ട് തന്നെ തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ വെച്ച് അരങ്ങേറുന്നു എന്നുള്ളതാണ് പറയുന്നത്. അന്ന് ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അധ്യക്ഷ വീണ ജോർജ് നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്നു. പിന്നെ ഗുഡ്വിൽ അംബാസഡർ അതും ചോദ്യം കേട്ടോ. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഇത് വേറൊന്നും ചോദിക്കും. ഉദ്ഘാടനം ആരെന്നൊന്നും ചോദിക്കില്ല. ഗുഡ്വിൽ അംബാസഡർ ആരാണ്? മഞ്ജു വാര്യറാണ്. ഗുഡ്വിൽ അംബാസഡർ ആരാണ്? മഞ്ജു വാര്യറാണ് അല്ലേ? സിനിമാ നടി മഞ്ജു വാര്യർ. അപ്പോൾ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പദ്ധതി is a popular public health campaign launched by the Kerala State Health Department for cancer prevention. The primary objective of this campaign is the early detection and treatment of breast cancer, cervical cancer and oral cancer among individuals above the age of 30. പ്രധാനമായിട്ടും ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദത്തിൻ്റെ ഏരിയാസ് ഓഫ് എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, അതുപോലെ ഓറൽ ക്യാൻസർ എന്നിവയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ, ഓറൽ ക്യാൻസറാണ്. പ്രത്യേകിച്ച് 30 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരിൽ ഇത്തരം ക്യാൻസറുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന പദ്ധതിയാണ്. ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. മഞ്ജു വാര്യർ സെർവ്സ് ആസ് ദി ഗുഡ്വിൽ അംബാസഡർ ഫോർ ദിസ് പബ്ലിക് ക്യാൻസർ പ്രിവെൻഷൻ ക്യാമ്പയിൻ നമ്മൾ പറഞ്ഞു ഓൾറെഡി. പിന്നുള്ളത് സുകൃതം സ്കീം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ദിസ് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവ് ബൈ ദി കേരള ഗവൺമെൻറ് ടു പ്രൊവൈഡ് ഫ്രീ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ടു ദോസ് ഹു ആർ ലൈങ് ബിലോ പോവർട്ടി ലൈൻ. BPL ലൈനിൽ താഴെയുള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ട് ക്യാൻസർ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സുകൃതം എന്ന പദ്ധതി, സുകൃതം സ്കീം. കവറേജ് ഇൻക്ലൂഡ്സ് ഡയഗ്നോസിസ്, സർജറി, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി എക്സെട്ര എല്ലാത്തിനും കവറേജ് കിട്ടുന്നുണ്ടാവും. അവൈലബിൾ അറ്റ് റീജിയണൽ ക്യാൻസർ സെൻറ്റേഴ്സ് ആൻഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് RCCകളിൽ, റീജിയണൽ ക്യാൻസർ സെൻറ്ററുകളിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുമാണ് സുകൃതം സ്കീമിൻ്റെ ബെനിഫിഷ്യറീസിന് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുക. BPLകാർക്ക് താഴെയാണ്, BPLകാർക്കാണ് ആ പറയുന്ന പദ്ധതി എന്നുള്ളത് പ്രത്യേകം ഓർത്തേക്കുക. താലോലം, നമ്മൾ ആരെയാണ് താലോലിക്കുന്നത്? കുഞ്ഞുങ്ങളെയാണ് താലോലിക്കുക. അപ്പോൾ താലോലം സ്കീം ആർക്ക് വേണ്ടിയാണ്? കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. ദ സ്കീം ഈസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ചിൽഡ്രൻ അണ്ടർ ദി ഏജ് ഓഫ് 18. അതും ചോദിക്കാം. താലോലം സ്കീം പ്രകാരം കുട്ടികളായി പരിഗണിച്ചിരിക്കുന്നത് എത്ര വയസ്സിൽ താഴെയുള്ളവരെയാണ്? 18 വയസ്സിൽ താഴെ. ബിലോങ്ങിങ് ടു ഫാമിലീസ് ഹു കനോട്ട് അഫോർഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇവിടെയും ഇപ്പോൾ സാമ്പത്തികം പ്രശ്നമാണ്.
സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെ തന്നെയാണ് ഇവിടെയും ടാർഗറ്റ് ചെയ്യുന്നത്. ഇറ്റ് കവേഴ്സ് എക്സ്പെൻസീവ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, സ്പെഷ്യലൈസ്ഡ് കീമോതെറാപ്പി, അതെല്ലാം ഗവൺമെൻറ് നോക്കും. അതുപോലെ ക്യാൻസർ സുരക്ഷാ സ്കീം ഓപ്പറേറ്റഡ് ത്രൂ ദി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ദിസ് പ്രൊവൈഡ്സ് ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഫോർ ചിൽഡ്രൻ in empaneled hospitals covering almost all costs associated with cancer care. അതുപോലെ തന്നെ ക്യാൻസർ സുരക്ഷ എന്ന പേരിൽ കുട്ടികളുടെ താലൂലവും ക്യാൻസർ സുരക്ഷയും കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കുട്ടികൾക്ക് ക്യാൻസർ ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾ സൗജന്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. റീജിയണൽ ക്യാൻസർ സെൻറ്റർ ആൻഡ് മലബാർ ക്യാൻസർ സെൻറ്റർ, RCC നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ടാണ് RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ. സ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മികച്ച ക്യാൻസർ പരിരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. RCC ആണ്. ക്യാൻസർ വന്നാൽ മിക്കവാറും ആൾക്കാർ അഭയം തേടുന്നത്, സാധാരണക്കാർ അഭയം തേടുന്ന RCC ആയിരിക്കും. The state has invested heavily in specialized institutions. RCC തിരുവനന്തപുരം, one of the premier cancer research and treatment centers in India. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന റീജിയണൽ ക്യാൻസർ സെൻറ്റർ. 2 MCC തലശ്ശേരിയാണ്, മലബാർ ക്യാൻസർ സെൻറ്റർ. ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് ആൻ അഡ്വാൻസ്ഡ് കെയർ ടു ദി നോർത്ത് മലബാർ റീജിയൻ. മലബാർ റീജിയനിലുള്ള ആൾക്കാരിലേക്ക് വേണ്ടി, ഇപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും തിരുവനന്തപുരത്ത് വരെ അത്ര കണ്ട് അഫോർഡബിൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മലബാർ മേഖലയിലുള്ളവരെ ടാർഗറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. അതുപോലെ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻറ്റർ ഉണ്ട്, എയിംഡ് അറ്റ് സെർവിങ് അറ്റ് സെൻട്രൽ കേരള പോപ്പുലേഷന് വേണ്ടിയിട്ട്. ഒരു ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻറ്ററുകളിൽ നടത്താൻ പറ്റുക എന്നുള്ളതാണ്. അത് പൂർണ്ണ തോതിലേക്ക് വളർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ പ്രോഗ്രാം. See, this initiative decentralizes cancer care, allowing patients to receive follow-up treatments like chemotherapy at district and general hospitals, reducing the need for long-distance travel to major centers like RCC. അതായത് നമ്മുടെ റീജിയണൽ സെൻറ്ററുകളിൽ പോലും ഡിസ്ട്രിക്ട് ആൻഡ് ജനറൽ ഹോസ്പിറ്റലുകളിൽ പോലും കീമോതെറാപ്പി പോലുള്ള ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റുകൾ, മെയിൻ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ RCC പോലുള്ള സെൻറ്ററുകളെ സമീപിക്കുക. ബട്ട് ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റുകൾക്ക് ഈ ഒരു യാത്ര തന്നെ വലിയ ബുദ്ധിമുട്ടായി പോവുകയെ. ഇപ്പോൾ കണ്ണൂരുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഒരാൾക്ക് തിരുവനന്തപുരം RCC വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോവുക, പിന്നെയുള്ള ഓരോ കീമോയ്ക്കും അവിടെ നിന്ന് ഇതുവരെ യാത്ര ചെയ്തുവരെ ഓൾറെഡി പേഷ്യൻ്റാണ്, തളർന്ന് നിൽക്കുന്ന, ഒരുപാട് ക്ഷീണിതരായിരിക്കുന്ന അവസ്ഥയിലുള്ള ആൾക്കാരാണ്. ഇവർ വലിയൊരു യാത്ര ചെയ്ത് വന്നിട്ട് കീമോതെറാപ്പി ചെയ്തു വന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്ട്രിക്ട് ആൻഡ് ജനറൽ ഹോസ്പിറ്റൽസിനെ അത്തരം പ്രോസസ്സുകൾ ചെയ്യുന്നതിന് കൂടി യോഗ്യരാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ ആണോ? സെറ്റ്. അപ്പോൾ ഇതുപോലെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, എന്താണ് ക്യാൻസർ, എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്, എന്തൊക്കെ ടൈപ്പിലുള്ള ക്യാൻസറുകളാണ് പ്രധാനമായിട്ടും വരിക, അതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ മെത്തേഡിൽ നമ്മൾ എടുക്കുന്നു, ടെസ്റ്റുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ഒപ്പം ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും കൂടി നമ്മളൊന്ന് നോക്കിപ്പോയിട്ടുണ്ട്. ക്യാൻസറുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതുതായിട്ട് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.